ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് 9ാം ക്ലാസ്സിലെ കെമിസ്ട്രി ഓണം എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ കീ ഡിസ്കഷൻ ആണ്. ഇപ്പോൾ നിങ്ങൾ എഴുതിയ ഫസ്റ്റ് ടേം എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണിത്. ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിലുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ആൻസർ കാണാൻ ശ്രമിക്കുക. കാരണം നമ്മൾ ക്വസ്റ്റ്യൻസ് അധികം ഡിസ്കസ് ചെയ്യില്ല, ചിലത് മാത്രം വായിച്ചു പോകും. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ് കണ്ടതിന് ശേഷം ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ 1 മുതൽ 4 വരെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ബന്ധം കണ്ടെത്തി പൂരിപ്പിക്കാനാണ്. സൗരയൂഥ മാതൃക റുദർഫോർഡ് ആണ്. പ്ലം പുഡിംഗ് മോഡൽ ജെ തോംസൺ ആണ്. ആൻസർ കാണിച്ചു തരാം. അതുപോലെ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലും പ്രസ്താവനകളാണ്. ABCD ഏതാണ് ശരിയെന്ന് ചോദിച്ചിട്ടുണ്ട്. 3ഉം അതുപോലെ തന്നെയാണ് വരുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ ആൻസർ, ഒന്നാമത്തതിൻ്റെ ആൻസർ ജെ തോംസൺ ആണ്. രണ്ടാമത്തതിൻ്റെ ആൻസർ C, 1ഉം 3ഉം ശരിയാണ്. അതായത് ഇതാണ് കേട്ടോ ആൻസർ. 1 മെന്റലീവ് മൂലകങ്ങളെ ക്രമീകരിച്ചത് അറ്റോമിക് മാസിന്റെ ആരോഹണ ക്രമത്തിലാണ്. ഇതും ശരിയാണ്, 3ഉം ശരിയാണ്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ C ആണ് ശരിയായിട്ട് വരിക. ഇനി മൂന്നാമത്തതിൻ്റെ ആൻസർ A ആണ്, QRP. അതായത് ഇത് കേട്ടോ, QRP ആണ് ശരി. നെക്സ്റ്റ് ആൻസർ വേണ്ടവർ നോട്ട് ചെയ്യുക കേട്ടോ, ഇതാണ് ശരിയായിട്ടുള്ളത്. നെക്സ്റ്റ് വേണ്ടത് നാലാമത്തെ ക്വസ്റ്റ്യനിൽ പ്രസ്താവന തന്നിട്ടുണ്ട്. പ്രസ്താവന വെച്ചിട്ട് നമുക്ക് ABCD 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. അതിൻ്റെ ആൻസർ നോക്കാം. നാലാമത്തതിൻ്റെ ആൻസർ A ആണ്. Aയും Rഉം ശരിയാണ്. R എന്നത് Aയുടെ ശരിയായ വിശദീകരണമല്ല. ഓപ്ഷൻ A ആണ് ശരിയായത്. 5 മുതൽ 11 വരെ ചോദ്യങ്ങളിൽ 2 എണ്ണത്തിനും ചോയ്സ് ഉണ്ട്. 2 സ്കോർ വീതമാണ് കേട്ടോ. അപ്പോൾ 5ാമത്തതിൻ്റെ ആൻസർ എന്താണ്? 2 ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്തു. 5 Aയുടെ ആൻസർ ആണ് കേട്ടോ. 2 ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്തു. ഇതിൻ്റെ ആൻസറാണ് പറഞ്ഞത്. മഗ്നീഷ്യം അയോൺ ഉണ്ടാകുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ 2 ഇലക്ട്രോണിനെ എന്ത് ചെയ്തു? വിട്ടുകൊടുത്തിട്ടാണ് കേട്ടോ. Be അയോൺ രൂപീകരണത്തിൻ്റെ രാസസമവാക്യം എഴുതാനാണ്. 5Bയുടെ ആൻസർ വരുന്നത് Mg gives Mg 2 + 2E ആണ് വരിക കേട്ടോ. ഈ ഇലക്ട്രോൺ ആണിത്. നെക്സ്റ്റ് 6ാമത്തെ 6A 6B എന്ന് പറഞ്ഞിട്ട് 2 എണ്ണം ഉണ്ട്. നിങ്ങളിതിൽ ഏതെങ്കിലും ഒന്നിന് ആൻസർ ചെയ്താൽ മതിയാകും. ഞാനിവിടെ 2ൻ്റെ ആൻസറും പറയുന്നുണ്ട്. 6Aയുടെ ആൻസർ നമുക്ക് 4 മൂലകങ്ങളുടെ ഇലക്ട്രോൺ വിന്യാസം ചുവടെ തന്നിട്ടുണ്ട്. പ്രതീകങ്ങൾ യഥാർത്ഥമല്ല. ഇവയിൽ ഒരേ ഗ്രൂപ്പിൽ വരുന്ന മൂലകങ്ങൾ ഏതെല്ലാം? 6Aയിലെ A ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുന്നത് Qയും Sഉമാണ്. അതായത് ഇതുമാണ് കേട്ടോ. 6Aയിലെ B ക്വസ്റ്റ്യൻ ആൻസർ വരുന്നത് Pയും Rഉമാണ്. അതായത് P എന്ന് പറയുന്നത് 2ഉം 7ഉം അതുപോലെ തന്നെ 2ഉം 1ഉം കേട്ടോ. ഈ Pയും ഈ Rഉം ആണ്. അടുത്തത് 6Bയിലെ നമുക്ക് A ക്വസ്റ്റ്യൻ വരുന്നത് ഉത്കൃഷ്ടവാതകം ഏതെന്നാണ്. അപ്പം അതിൽ ഒരു മിനിറ്റ്, ഇതിൽ ഓപ്ഷൻ A ആണ് ഉത്കൃഷ്ടവാതകം വരിക. പിന്നെ 15ാമത്തെ ഗ്രൂപ്പ് മൂലകം ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ഓപ്ഷൻ D ആണ് കേട്ടോ. അത് ആൻസർ അവിടെ മാർക്ക് ചെയ്യാൻ വിട്ടുപോയതാണ്. നെക്സ്റ്റ് വരുന്നത് പട്ടിക പൂർത്തിയാക്കാനാണ്. 7 പട്ടിക പൂർത്തിയാക്കുക. ഐസോട്ടോപ്പ് ഉപയോഗം, കൊബാൾട്ട് 60യുടെ ഉപയോഗം എന്ന് പറയുന്നത് ക്യാൻസർ ട്രീറ്റ്മെൻറ്റിനുള്ളതാണ്. അനീമിയ നിർണ്ണയിക്കാൻ ഏതാണെന്നുള്ളത് നമുക്കിപ്പോൾ നോക്കാം. 7ാമത്തതിൻ്റെ A ആൻസർ ആണ്. അനീമിയ Fe 59. Fe പറയുന്നത് അയൺ ആണ് കേട്ടോ. നമ്മൾ അയൺ പറയില്ല, ഇരുമ്പ് എന്ന് പറയില്ല, അയൺ തന്നെയാണ്. അയൺ 59 ആണ് അതിൻ്റെ അറ്റോമിക് നമ്പർ വരുന്നത്. അടുത്തത് 8A ആണ്. ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് ജെ തോംസൺ ചുവടെ തന്നിരിക്കുന്നവ തെളിയിച്ചത്? അപ്പോൾ 8Aയുടെ ആൻസർ, 8Aയിൽ A ക്വസ്റ്റ്യൻ കാഥോഡ് കിരണങ്ങൾക്ക് മാസ് ഉണ്ട്, കാഥോഡ് കിരണങ്ങൾക്ക് നെഗറ്റീവ് ചാർജ് ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെ തെളിയിച്ചു എന്നുള്ളതാണ് എഴുതേണ്ടത്. 8Aയുടെ ആൻസർ വരുന്നത് A ക്വസ്റ്റ്യൻ രശ്മി വരുന്ന പാതയിൽ വെച്ച പാഡിൽ വീൽ കറങ്ങുന്നു. Bയുടെ ആൻസർ വൈദ്യുത മണ്ഡലം ഉപയോഗിച്ചാൽ അത് പോസിറ്റീവ് ഭാഗത്തേക്ക് ആകർഷിക്കുന്നു. ഇത് 8Aയുടെ Aയും Bയുമാണ്. ഇനി 8Bയുടെ A ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇലക്ട്രോൺ ആണ്. 8Bയുടെ B ക്വസ്റ്റ്യൻ്റെ ആൻസർ അധാര്യ വസ്തു വെച്ചാൽ നിഴലുണ്ടാകുന്നു. അടുത്തത് 9 ആണ്. 9ാമത്തെ ക്വസ്റ്റ്യനിൽ A ക്വസ്റ്റ്യൻ ഈ മൂലകത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. 9ാമത്തിന്റെ ആൻസർ 2, 8, 6 ആണ് ആൻസർ വരിക. 2,
8, 6. ഈ മൂലകം ഉൾപ്പെടുന്ന മൂലക കുടുംബം ഓക്സിജൻ ഫാമിലിയാണ് കേട്ടോ. ഓക്സിജൻ ഫാമിലിയാണ്, ഓക്സിജൻ കുടുംബമാണ്. ഓക്സിജൻ ഫാമിലിയാണിത്. 10ാമത്തതിൻ്റെ ആൻസർ 10 എയും ബിയും ഉണ്ട്. ഐസോബാർ ജോഡി കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. 10ാമത്തതിൻ്റെ ഐസോബാർ ജോഡി എന്ന് പറയുന്നത് കണ്ടല്ലോ, ഇതാണ്. പൊട്ടാസ്യത്തിൻ്റെ ആണ് K19 മേലെ 40, അതുപോലെ കാൽഷ്യം 40, 20. ഇതാണ് 10ാമത്തതിൻ്റെ എയുടെ ആൻസർ വരിക. ഇതും ഇതും. ബി ഈ ജോഡി തിരഞ്ഞെടുക്കാനുള്ള കാരണം എഴുതാനാണ്. ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക് നമ്പറും. അടുത്തത് 11ാമത്തെ ആൻസർ 11A. ഇതേ പീരീഡിൽ വരുന്ന ഉത്കൃഷ്ടവാതകത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതാനാണ്. 2, 8, 8. 11B വരുന്നത്, 11Bയുടെ ആൻസർ വരുന്നത് 10 ആണ് കേട്ടോ. അപ്പോൾ 11Aയും 11B ഒന്നുകൂടി കാണിച്ചു തരാം. 11A 2, 8, 8 ആണ് ആദ്യത്തെ ആൻസർ. 11B 10 ആണ് ആൻസർ. അടുത്തത് 12 മുതൽ 17 വരെ ചോദ്യങ്ങളിൽ 2 എണ്ണത്തിന് ചോയ്സ് ഉണ്ട്, 3 സ്കോർ വീതം. അപ്പോൾ നമുക്ക് നോക്കാം. 12ാമത്തതിൻ്റെ ആൻസർ വരുന്നത് ആറ്റത്തിന് ന്യൂക്ലിയസ് എന്ന കേന്ദ്രഭാഗമുണ്ട്. ആറ്റത്തിൻ്റെ വലിപ്പവുമായി താരതമ്യം ചെയ്താൽ ന്യൂക്ലിയസ് ചെറുതാണ്. ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങുന്നു. അടുത്തത് 13ാമത്തതിൻ്റെ ആൻസർ വരുന്നത് 13ൽ എയും ബിയും ഉണ്ട്. 13Aയുടെ ആൻസർ 2, 8, 8, 2, 2, 8, 10, 2. 2 രീതിയിലും നമുക്ക് എഴുതാം. 2 എണ്ണമാണത്. 13Bയുടെ ആൻസർ 3 ആണ്. ഇനി അടുത്തത് 14A ആണ്. 14A ക്വസ്റ്റ്യനും ബി ക്വസ്റ്റ്യനും ഉണ്ട്. നമുക്ക് ഓപ്ഷനാണ്, ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി. 14Aയിലെ എ ക്വസ്റ്റ്യൻ്റെ ആൻസർ പറയാം ആദ്യം. പൊതുവെ ഒരേ പീരീഡിലുള്ള സംക്രമണ മൂലകങ്ങളുടെ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം തുല്യമായതിനാൽ അവ പീരീഡിലും ഗ്രൂപ്പിലും സമാനത കാണിക്കുന്നു. 14Aയുടെ ബി ക്വസ്റ്റ്യൻ ഇരുമ്പ്, ചെമ്പ്. ഇനി അടുത്തത് നിങ്ങൾക്കുള്ളത് 14B ആണ് കേട്ടോ. ഓർ ക്വസ്റ്റ്യൻ ആണ്. 14Bയുടെ എയുടെ ആൻസർ 1ഉം 2ഉം 13 മുതൽ 18 വരെ. ബിയുടെ ആൻസർ അലുമിനിയം. പിന്നെ അതുപോലെ തന്നെ അലുമിനിയം ആദ്യത്തെ, 2ാമത്തെ മെർക്കുറിയാണ്. ഇത് അലുമിനിയം ആണ്, ഇത് മെർക്കുറിയാണ് കേട്ടോ. അടുത്തത് 15 ആണ്. 15ൽ ABC എന്ന് പറഞ്ഞിട്ട് 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആൻസർ നോക്കാം. 15Aയുടെ സി ബി എ എന്നാണ്. C<B> അങ്ങനെയാണ് വന്നിരിക്കുന്നത്. നോക്കാം നമുക്ക്. അപ്പോൾ 15 CBA ഇങ്ങനെയാണ്. ആദ്യം C, then B, പിന്നെ A കേട്ടോ. അതായത് ആറ്റത്തിന്റെ വലിപ്പം കൂടി വരുന്ന ക്രമത്തിലാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. ബി അതിനുള്ള ഉത്തരം, നിങ്ങളുടെ ഉത്തരം സാധൂകരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇടത്തു നിന്ന് വലത്തോട്ട് പോകുമ്പോൾ ന്യൂക്ലിയർ ചാർജ് കൂടുന്നു, ഷെല്ലുകളുടെ എണ്ണം കൂടുന്നില്ല. ദെൻ അതിൽ സി പറയുന്നത് ഗ്രൂപ്പിൽ താഴോട്ട് വരുമ്പോൾ ആറ്റത്തിന്റെ വലുപ്പത്തിൽ ഉണ്ടാകുന്ന മാറ്റം എന്ത്, കാരണം എഴുതുക. അപ്പോൾ താഴോട്ട് വരുമ്പോൾ ആറ്റത്തിന്റെ വലുപ്പം കൂടുന്നു, കാരണം ഷെല്ലുകളുടെ എണ്ണം കൂടുന്നു എന്നാണ് കേട്ടോ. 15ന്റെ ആൻസർ ശരിക്കും ഇതുപോലെ തന്നെ എഴുതാൻ ശ്രമിക്കുക. നെക്സ്റ്റ് 16 ആണ്. 16ൽ നമുക്കൊരു ഹിന്റ് തന്നിട്ടുണ്ട്. കാൽഷ്യത്തിന്റെ അറ്റോമിക് നമ്പർ 20ഉം ഓക്സിജന്റെ 8ഉം തന്നിട്ടുണ്ട്. പിന്നെ ABC എന്ന് പറഞ്ഞ 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമുക്ക് നോക്കാം. 16Aയുടെ ആൻസർ വരുന്നത് O+2 ഇലക്ട്രോൺ ഗിവ്സ് O2 നെഗറ്റീവ് ആണ്. 16B നിയോൺ ആണ്, Ne. 16C ഇലക്ട്രോൺ, 18 പ്രോട്ടോൺ, 20. നെക്സ്റ്റ് 17A ആണ്. 17A 17B എന്ന് പറഞ്ഞിട്ട് 2 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. നിങ്ങൾ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. ഇവിടെ രണ്ടും പറയുന്നതായിരിക്കും. 17Aയിലെ എ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് 3 ആണ്. 17 എത്ര ഷെല്ലുകളിൽ ഇലക്ട്രോൺ പൂരണം നടക്കുന്നു ചോദിച്ചാൽ 3. ഈ ഷെല്ലുകളിൽ ഊർജം കൂടിയത് ഏത്, കാരണം എഴുതുക. അപ്പോൾ 17Aയുടെ ബിയുടെ ആൻസർ ആണ് M, ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം. ഇനി നമുക്കുള്ളത് 17B ആണ്. 17Bയിലെ എ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് ബാഹ്യതമ ഷെൽ ഏതാ ചോദിച്ചിട്ടുണ്ട്, M ആണ്. ഈ ആറ്റത്തിലെ ഏറ്റവും ഊർജം കുറഞ്ഞ ഷെൽ ഏത്, കാരണം എഴുതുക എന്ന് പറഞ്ഞിട്ടുണ്ട്. K ആണ് ഏറ്റവും ഊർജം കുറഞ്ഞത്, കാരണം ന്യൂക്ലിയസിന്റെ ഏറ്റവും അടുത്ത് കിടക്കുന്നു എന്നുള്ളതാണ് ആൻസർ. K ആണ് ആൻസർ, ന്യൂക്ലിയസിനോട് അടുത്ത് കിടക്കുന്നു. ഓക്കെ. അടുത്തത് 18. 18ലും നിങ്ങൾക്ക് എ ക്വസ്റ്റ്യനും ബി ക്വസ്റ്റ്യനും ഉണ്ട്. 18Aയിൽ ABC എന്ന് പറഞ്ഞ 3 ക്വസ്റ്റ്യൻസും 18Bയിലും ABC എന്ന് പറഞ്ഞ 3 ക്വസ്റ്റ്യൻസും ഉണ്ട്. 18Aയുടെ ആൻസർ നോക്കാം. 18Aയിലെ എയുടെ ആൻസർ X 287, Y 2881. 18Aയുടെ ബി ഹൈഡ്രജൻ ആണ്, H. 18Aയുടെ സി പ്രോട്ടിയം ആണ്.
അടുത്തത് 18B ആണ്. 18Bയുടെ A ക്വസ്റ്റ്യൻ വരുന്നത് 2, 8, 4, 2, 3. B ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് C ആണ്. C 14. ഓക്കെ, അപ്പം നിങ്ങളിത് പ്രതീകങ്ങൾ തന്നിട്ടില്ല, അല്ലാണ്ടുള്ളതാണ്. അപ്പം നമ്മൾ ഇലക്ട്രോണിൻ്റെ ഇത് മാത്രമല്ലേ അവർ തന്നിട്ടുള്ളൂ. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ഇതെല്ലാം എഴുതിയിരിക്കുന്നത് കേട്ടോ. കറക്റ്റായിട്ടുള്ള മൂലകത്തിൻ്റെ പേരൊന്നും ഇവിടെ കൊടുത്തിട്ടില്ല. അപ്പോൾ ആൻസർ ക്വസ്റ്റ്യൻസ് വെച്ച് നിങ്ങൾ ആൻസർ ചെക്ക് ചെയ്യുക. നമ്മൾ വീഡിയോ ഒരുപാട് ലെങ്തി ആവാതിരിക്കാൻ ആൻസർ മാത്രമാണ് വായിച്ചു പോയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. കുറച്ച് സ്പീഡ് കൂടുതലായി എടുത്തത് വീഡിയോ ലെങ്തി ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.